മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ പെരുമ്പാവൂർ വേങ്ങൂരിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഉപരോധ സമരം നടത്തും. വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ അനാസ്ഥ കാണിച്ച വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് അവരുടെ പ്രതിഷേധം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ പല രീതിയിലുള്ള രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാട്ടർ അതോറിറ്റി ഇതിനകത്തൊരു അനാസ്ഥ കാണിച്ചു എന്നുള്ളതിൽ കഴമ്പുണ്ടോ? നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലായത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഈ സ്ഥലത്ത് ആദ്യം എത്തുന്നതും ആ സ്ഥലത്ത് നിന്ന് ആ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മളാണ്. കാരണം ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു ജലസ്രോതസ് ഉണ്ട് അവിടെ. ആ ജലസ്രോതസ്സിൽ നിന്നുള്ള വെള്ളം അത് ആളുകൾക്ക് വീടുകളിലേക്കൊക്കെ എത്തിച്ച് ആ വെള്ളത്തിൽ നിന്നാണ് ഇത് പടർന്നു പിടിച്ചത് എന്നുള്ളത് അവിടെയുള്ള ആളുകളാണ് ആദ്യം നമ്മോട് പറയുന്നത്. അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതും ഏറെക്കുറെ അത് തന്നെയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച, വലിയ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ആരോഗ്യ വകുപ്പും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. കാരണം ആ വാർഡിലെ വേങ്ങൂരിലെ ഈ മഞ്ഞപ്പിത്തം ഏതാണ്ട് 180 പേർക്കാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച വാർഡിലേക്ക് വെള്ളം പമ്പ് ചെയ്ത വാട്ടർ അതോറിറ്റിയുടെ ഈ ജലസ്രോതസ് അത് വളരെ മോശപ്പെട്ട വെള്ളമാണ്. അത് ക്ലോറിനേറ്റ് ചെയ്യാതെ കൃത്യമായി ശുദ്ധീകരിക്കാതെയാണ് പോയത് എന്നുള്ള കാര്യവും ആരോഗ്യ വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് കടുത്ത അനാസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യം സ്പഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊന്ന്, വാട്ടർ അതോറിറ്റി പക്ഷേ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് പഞ്ചായത്തിന്റെ ചില ജലസ്രോതസ്സുകളുണ്ട്, അവിടെ നിന്നുള്ള വെള്ളവും ഈ നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതാകാം കാരണമെന്നാണ് അവരുടെ ന്യായീകരണം. പക്ഷേ ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ വാട്ടർ അതോറിറ്റിയുടെ വീഴ്ച എന്ന രീതിയിൽ അവർ അക്കാര്യം അംഗീകരിച്ചതാണ്. 180-ലേറെ ആളുകൾ ആശുപത്രിയിലായതാണ്, 2 മരണം സംഭവിച്ചതാണ്. ഇപ്പോഴും ചില ആളുകൾ വെന്റിലേറ്ററിലൊക്കെ തന്നെ തുടരുന്നുണ്ട്. ഗുരുതരമായ സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് പോലും അവർക്ക് കൈവശം പണമില്ല എന്നുള്ളതാണ് വസ്തുത. അതിനിടയിലാണ് വാട്ടർ അതോറിറ്റി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അതിനെ ന്യായീകരിക്കുന്നത്. ഇന്നിപ്പോൾ വീണ്ടും സമരം അവിടെ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ വലിയ സമരം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നടന്നിരുന്നു. ഇന്ന് വീണ്ടും നടക്കാൻ പോകുന്നുണ്ട്. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം, അതാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രക്ഷോഭം അവിടെ കണ്ടതാണ്. ഇന്നത് വീണ്ടും തുടരാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. ഇതിനിടെ ഈ പഞ്ചായത്തിൽ ഈ പ്രശ്നമുണ്ടായ ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനും മരിച്ച ആളുകളുടെ കുടുംബത്തിന് സഹായം നൽകുന്നതിനും ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് സമിതി. അവരുടെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതെങ്ങനെ പടർന്നു പിടിച്ചു, അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ഈ ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. SKN. ശ്രീകാന്ത്, താങ്ക് യു. സഖബാജി ചോദിക്കുന്നു, ഈ ഗതാഗത വകുപ്പും നമ്മുടെ യൂണിയൻ, ഈ ഡ്രൈവേഴ്സ് യൂണിയൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് യൂണിയൻകാരും തമ്മിൽ നടത്തിയ സമരത്തിൽ ആരാണ് വിജയിച്ചത്? അത് കുറച്ച് അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. എന്നാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ജനങ്ങളാണല്ലോ മിക്ക ഇതുപോലുള്ള പരിപാടികളിലും പരാജയപ്പെടുന്നത്. ഇത്തവണയും പരാജയം അവർക്കാണെന്നാണ് തോന്നുന്നത്.